ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ നാളെ സ്കൂൾ തുറക്കുവാണ്. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ എനിക്കൊരു റെയിൻ കോട്ട് മേടിക്കണം. അപ്പോൾ നമ്മൾ കായംകുളത്ത് പോവാണ്. അപ്പോൾ അച്ഛനും ഞാനും അമ്മയും കൂടാണ് പോകുന്നത്. അപ്പോൾ അമ്മൂമ്മ വരുന്നില്ല. അമ്മൂമ്മ ദോ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയും പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മുടെ ഒന്നാം കുറ്റിയിൽ തന്നെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ KFC വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളി KFC ആണ്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ക്രൈ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കിനും കുറച്ച് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മുടെ കാദിശ പള്ളി വരുന്നത്. ഇതാണ് നമ്മുടെ കാദിശ പള്ളിയുടെ ഒരു ഫ്രണ്ട് വ്യൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ കായംകുളത്തെ പോലീസ് സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഹിൽ ടോപ്പിലോട്ടാണ്. അപ്പോൾ ഹിൽ ടോപ്പിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മാർക്കറ്റ് പാലം ഉള്ളത്. അങ്ങനെ നമ്മൾ ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നത് പറഞ്ഞല്ലോ, നമ്മൾ റെയിൻ കോട്ടും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് ലഞ്ച് ബോക്സ് മേടിച്ച് തരുന്നതെന്നുള്ള കാര്യം ഞാൻ തന്നെ അറിഞ്ഞത്. അങ്ങനെ അമ്മ ഇറങ്ങി, ഞാനും ഇറങ്ങി, അച്ഛൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ തന്നെ അവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം പറയാമല്ലോ, നമുക്ക് എല്ലാ സാധനവും അത്യാവശ്യം എല്ലാം നമുക്ക് മേടിക്കാൻ പറ്റി. അതായത് കാശൊക്കെ വളരെ കുറവാണ്, പക്ഷേ ക്വാളിറ്റിക്ക് ഒരു ഇതുമില്ല. അങ്ങനെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ചെരുപ്പ് വെച്ചിട്ടുണ്ട്, ബാഗ്, ബെൽറ്റ്, അങ്ങനെ സ്കൂളിൽ പോകാനും അല്ലാതെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യൂണിക്കോണിൻ്റെ കുട്ടിയുടെ ബാഗ്, പിന്നെ വലിയവരുടെ ബാഗുകൾ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മളിതൊന്നും അല്ല എടുക്കാൻ വന്നതെങ്കിലും അമ്മ അവിടെ പോയിട്ട് കുറേ ബാഗും അതും ഇതൊക്കെ, ബാഗല്ല നമ്മുടെ ചെരുപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മ വന്ന കാര്യം മറന്നുപോയെന്ന്. അമ്മ തന്നെ നേരെ അകത്തോട്ട് പോയിട്ടൊരു ഷൂ ആണ് എടുത്ത് നോക്കുന്നത്. പക്ഷേ അത് നമ്മൾ മേടിച്ചില്ല, അമ്മ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എല്ലാം നല്ല അടിപൊളി ഷൂവും ചെരുപ്പിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻസാണ് ഉള്ളത്. അങ്ങനെ എല്ലാം നമ്മളൊന്ന് നോക്കിയിട്ട് ഇനിയും നമ്മൾ വന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ കളക്ഷൻസ് കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോവും. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നോക്കിയിട്ട് പക്ഷെ ഒന്നും നമ്മൾ മേടിച്ചില്ല. നമ്മൾ പിന്നെ പോകുന്നത് എനിക്ക് റെയിൻ കോട്ട് എടുക്കാനാണ്. ഈ ഒരു കളർ റെയിൻ കോട്ടാണ് ഗേൾസിൻ്റെ ഉള്ളതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ അവർ രണ്ടും കൂടെ ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം നല്ലതാണോ, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ അതുപോലെ മിൽട്ടൻ്റെ ഒക്കെ കുപ്പികളൊക്കെ ഇവിടെ ഇരിക്കുന്നു. പിന്നെ നോക്കുന്നത് ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നോർമൽ ഉണ്ടെങ്കിലും പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സാണ് മേടിക്കുന്നത്. അങ്ങനെ ഈ ഒരു റെയിൻ കോട്ട് ലഞ്ച് ബോക്സ് നമ്മൾ ബില്ല് ചെയ്യാൻ കൊടുത്തു. അത്യാവശ്യം തിരക്കുണ്ടായിട്ട് അച്ഛൻ അങ്ങ് ലാസ്റ്റിക്കണം. അതുകൊണ്ട് നമ്മൾ തിരക്കായതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ഹിൽ ടോപ്പ് എന്ന് പേര് മാത്രമല്ല, അത്യാവശ്യം ഇത് നല്ല പൊക്കത്തിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടോട്ട് നോക്കുമ്പോഴത്തേക്കിനും കുറച്ച് ബായൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് ഒരു കൊച്ചു ബായി കാണിച്ചിട്ട് ചോദിക്കുമോ വേണോന്ന്. അങ്ങനെ ഞാനും അതേ രീതിയിൽ ഒരു കാര്യം തിരിച്ചു വിഷു. പക്ഷേ അമ്മ അത് എനിക്ക് മേടിച്ചു തന്നില്ല. അത് നമുക്ക് പിന്നെ കാണാം. അങ്ങനെ ഞാനൊരു ഷൂ പോളിഷർ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് അകത്തോട്ട് പോയി പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അമ്മ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു കുപ്പി വേണമെന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് എല്ലാം ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പാക്ക് ചെയ്ത് കിട്ടി. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ മേടിച്ച രണ്ടിനും അവർ നല്ല ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഇനിയും നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം പോകുന്നിടത്തോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ അച്ഛൻ പോകാൻ പോകുന്നത് മുട്ട മേടിക്കാനാണ്. ഇതല്ല ഞാൻ പോകാൻ പറഞ്ഞ സ്ഥലം, അത് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അച്ഛൻ എന്താ മുട്ട മേടിക്കാൻ പോവാണ്. സ്കൂൾ തുറക്കുകയാണ്. ഇനി എന്ന് ഒരു ലഞ്ച് ബോക്സിൽ മുട്ട വറുത്തത് കാണും. അതുകൊണ്ട് അച്ഛൻ എന്താ മുട്ട മേടിക്കാൻ വേണ്ടി പോവാണ്. ഇത് MST എക്സ് സെൻറ്റർ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇത് അശ്വതി ഫ്ലവേഴ്സാണ്. ഞാനും അച്ഛനും കൂടെ എപ്പോൾ ഇവിടെ വന്നാലും ആ മാമൻ എനിക്ക് ഫ്രീ ആയിട്ട് മുല്ലപ്പൂ തരും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ അശ്വതിയിൽ നിന്ന് കയറി എന്തെങ്കിലും പൂക്കളൊക്കെ മേടിക്കണം. അതാണ് അച്ഛൻ മുട്ട മേടിക്കുന്ന കട. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഡെസി കുപ്പയിലോട്ടാണ്. ഇവിടാണ് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം വരുന്നത്.
അങ്ങനെ നമ്മൾ ഡെസി കുപ്പയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഡെസി കുപ്പയിലെത്തി. ഭയങ്കര ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഡെസി കുപ്പയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അങ്ങനെ അവരെന്ത് വേണം എന്ത് മേടിക്കണമെന്ന് ഇതാണ്. അപ്പം അവർ രണ്ടുപേരും ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കും ഞാനൊരു ഓറിയോയുടെ ഒരു സംഭവമാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഓറിയോ ക്രംബിൾസാണ് മേടിച്ചത്. ചേട്ടനും അമ്മൂമ്മയ്ക്കും ഉള്ളത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് പാഴ്സൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഉള്ള കാര്യം പറയാലോ, ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. അവർക്ക് 2 പേർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മൂമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ മേടിച്ച സാധനം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും കുടിച്ചിട്ട് അവർക്കത് 2 പേർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ മേടിച്ച ഓറിയോയുടെ ആ ഒരു ക്രംബിൾ അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മുടെ ഓറിയോ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടായിരിക്കും എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറമേ നിന്ന് ഒരാൾ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞു അവയോട് കുറേ നേരം ഞാൻ കളിപ്പിച്ചു. പക്ഷേ എന്നെ മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മൾ പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ട് ഇനി നമുക്ക് പച്ചക്കറി മേടിക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ കായംകുളം മുനിസിപ്പാലിറ്റിയാണ് ആ കാണുന്നത്. ഇതാണ് നമ്മുടെ കായംകുളം മുനിസിപ്പാലിറ്റി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ബോയ്സ്. ചേട്ടൻ ഇവിടെ +1ഉം +2 ഇവിടെയാണ് ചേട്ടൻ പഠിച്ചത്. പിന്നെ നമ്മുടെ കായംകുളത്തും ഭീമ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭീമയൊക്കെ കണ്ടു. പിന്നെ ട്രെൻഡ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ കവറും കൊണ്ട് പോകണം. അവിടെ ഏത് ഡ്രസ്സ് എടുത്താലും ഭയങ്കര വിലയുമാണ്. എനിക്ക് അവിടുത്തെ ഒത്തിരി ഡ്രസ്സും ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെട്ടിയാറുടെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ കടയിലോട്ടാണ് വന്നത്. നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അങ്ങനെ അമ്മയാണ് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അമ്മ പോയിട്ട് എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, തേങ്ങയും പച്ചക്കറിയും സാധനമൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മൾ മേടിച്ച ഷേക്ക് അമ്മൂമ്മയ്ക്ക് കൊടുത്തു. നമ്മൾ തിരിച്ചതാ വന്നിട്ടുണ്ട് വീട്ടിൽ. ഇപ്പോൾ സമയം ഒരു 9 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പോകാനുള്ളത് ടൈം ടേബിളൊക്കെ എടുക്കണം. ഞങ്ങൾക്ക് ടൈം ടേബിളൊക്കെ കിട്ടി. അപ്പോൾ നാളെ ഇനി 8ലോട്ടായപ്പോൾ പുതിയ ക്ലാസ് എങ്ങനെയാണ് നല്ല ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.